ഷാർജയിൽ കമോൺ കേരള ദിനരാത്രങ്ങൾ പുരോഗമിക്കുകയാണ്. ആയിരങ്ങൾ സമ്മേളിക്കുന്ന ഈ മേളയുടെ ആദ്യ ദിന കാഴ്ചകളിലേക്കാണ് ഇനി. കടലിനിക്കരെ സ്വന്തം നാടിൻ്റെ ഓർമ്മകളുള്ള എന്തിനേയും പിടിച്ചുവെക്കും മലയാളി. നിറവും മണവും രുചിയും വേഷവുമെല്ലാം. അതുകൊണ്ട് മലയാളിയുടെ ഉത്സവങ്ങളെല്ലാം പ്രവാസിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഇഷ്ടത്തോടെ അവർ ഒത്തുചേരുന്നു, സൊറ പറയുന്നു, കഥയുടെ കെട്ടുപൊട്ടിക്കുന്നു, പാട്ടുപാടി താളം പിടിക്കുന്നു. കളിയും ചിരിയും കാര്യവുമായി ഒത്തുചേരുന്ന ഈ സംഗമങ്ങളിൽ ഏറ്റവും സവിശേഷമാണ് ഗൾഫ് മാധ്യമം ഷാർജ എക്സ്പോ സെൻറ്ററിൽ സംഘടിപ്പിക്കുന്ന കമോൺ കേരള. അക്ഷരാർത്ഥത്തിൽ പ്രവാസി മലയാളികളുടെ ആഘോഷം. അവിടെ കഥയുണ്ട്, കളിയുണ്ട്, പാട്ടും പറച്ചിലുമുണ്ട്, സംസ്കാരവും പൈതൃകവുമുണ്ട്. എല്ലാറ്റിനുമപ്പുറം നാട്ടിലെയും മറുനാട്ടിലെയും വ്യാപാരികളുടെ മേളമുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിന് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബിസിനസ്സുകാർക്ക്, നാട്ടിൽ നിന്നുള്ള ബിസിനസ്സുകാർക്ക് ഇവിടെ പുതിയ ബിസിനസ് സാധ്യതകൾ കണ്ടെത്താനും, ഇവിടെയുള്ള കമ്പനികൾക്ക് നാട്ടിൽ നല്ല ഒരു വിപണി കണ്ടെത്താനും, പരസ്പരം ബിസിനസ് കൈമാറ്റത്തിനൊക്കെ പറ്റിയ ഒരു ഏറ്റവും മികച്ചൊരു വേദിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് കിട്ടുന്ന ഏറ്റവും വലിയൊരു വേദി എന്ന് തന്നെ പറയാം ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ. പങ്കാളിത്തം കൊണ്ട് GCCയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ മേളയാണ് കമോൺ കേരള. ഷാർജ എക്സ്പോ സെൻറ്റർ വേദിയാകുന്ന മേളയിൽ കഴിഞ്ഞ തവണ ഒഴുകിയെത്തിയത് 2.5 ലക്ഷത്തിലേറെ ആളുകൾ. 7 വർഷം തികഞ്ഞതിൻ്റെ അഴകുണ്ട് ഇത്തവണത്തെ മേളക്ക്. എക്സ്പോ സെൻറ്ററിൽ തയ്യാറാക്കിയ വേദികളിൽ നിറയെ കാണാം അതിൻ്റെ ചന്തം. അത് പങ്കുവെക്കുകയും ചെയ്തു ഇവിടെ എത്തിയവർ. കേരളത്തിലെ ഉത്സവത്തിനൊക്കെ വന്ന പ്രതീതിയാണ്. വളരെ എൻ്റർടൈനിങ് ആണ്. എല്ലാ കാറ്റഗറിയിലുള്ള പ്രോഗ്രാംസും ഉണ്ട്. സത്യത്തിൽ ഇതൊരു മലയാളികളുടെ മഹോത്സവമായിട്ട് മാറിയിരിക്കുകയാണ്. അതിലേറെ ഒരുപാട് അറിവുകൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സത്യത്തിൽ ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റി നോക്കി നടക്കുന്ന ഒരു വിദ്യാഭ്യാസം നമ്മളെ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം എന്ന് നോക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യമുണ്ട്. നല്ല ഫണ്ണായിരുന്നു. കുറേ ഗെയിംസൊക്കെ ഉണ്ട്, കുറേ കിട്ടി. നല്ലൊരു എന്താ പറയുക, കുറേ ബിസിനസ് ഓപ്ഷൻസും കുറേ കണ്ടു. കുറേ മലയാളി എന്താ പറയുക, നമ്മളെ കുഞ്ഞു മലയാളി ഇപ്പം ക്രേസ് ആയിക്കോട്ടെ, അങ്ങനെ കുറേ ബിസിനസ് കുറേ കണ്ടു. അടിപൊളി. ആലോചിക്കാതെ ഇത്ര സ്റ്റോളുകളും ഇത്രയും ആൾക്കാർ സ്പോൺസേഴ്സും വന്നിട്ട് ഇങ്ങനെ അവർ ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കാനായിട്ടുള്ള ലെവലിലേക്ക് നല്ല പ്രോഗ്രാമാണ്. നല്ല ഹൈലി എനർജൈസ്ഡ് പ്രോഗ്രാമാണ്. കുറേ പാർട്ട്നേഴ്സ് ഉണ്ട്. വെരി ഗുഡ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണിത് കമോൺ കേരള. ഇപ്പോൾ ഇവർക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ വന്നതാണ്. പിന്നെ എല്ലാ സ്റ്റോൾസും കയറി, പിന്നെ കുറേ ട്രൈ ചെയ്തു. ഫുഡും എല്ലാം വെറൈറ്റീസും എല്ലാം ട്രൈ ചെയ്തു. പിന്നെ കുറച്ച് സെലിബ്രിറ്റീസിനൊക്കെ കണ്ടു. ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. വളരെ നല്ല അനുഭവം. കാരണം നാട്ടിലുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഇപ്പം ബിൽഡേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട്, പിന്നെ UAE ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉള്ള ആൾക്കാർക്കും ഇവിടെ എല്ലാവരും മലയാളി കമ്മ്യൂണിറ്റിയിൽ പരിചയപ്പെടാനുള്ളൊരു സാധ്യത. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഡിഫറെൻ്റ് ആയിരുന്നു. നല്ല ഇത്രയും മലയാളീസ് ഇവിടെ കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. സ്റ്റേജിൽ തന്നെ അത്യാവശ്യത്തിലേറെ ഇവൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ പലതരം ഫുഡും ഉണ്ട്. അപ്പം നടന്നു തിന്നാം. നല്ല വൈബാണ്. ഞങ്ങൾ എല്ലാ വർഷവും അത് മിസ് ചെയ്യാതെ വരുന്നതാണ്. 3 ദിവസം കണ്ടിന്യൂസ് വരുന്ന ആളുകളാണ്. പരിപാടിയൊക്കെ നല്ല രസമാണ് കണ്ടിരിക്കാൻ. പക്ഷേ ഇപ്രാവശ്യം വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഷാർജയിലെ ഭരണകൂടം സ്നേഹവിശ്വാസത്തോടെ ഏറ്റെടുത്തു എന്നതാണ് ഈ മേളയുടെ ഏറ്റവും വലിയ സവിശേഷത. ഷാർജ ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ രക്ഷാകർതൃത്വത്തിലാണ് കമോൺ കേരള അരങ്ങേറുന്നത്. വെള്ളിയാഴ്ച പ്രദർശനം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചെയർമാൻ അബ്ദുള്ള സുൽത്താൻ അൽ ഉവൈസ്. ലിറ്റിൽ ആർട്ടിസ്റ്റ്, കിഡ്സ് ഫാഷൻ ഷോ, ഡെസേർട്ട് മാസ്റ്റർ, ദം ബിരിയാണി തുടങ്ങിയ മത്സരങ്ങളാണ് 1ാം ദിനത്തിൽ അരങ്ങേറിയത്. എല്ലാ മത്സരങ്ങളെയും ആവേശത്തോടെ നെഞ്ചോട് ചേർത്തു മലയാളികൾ. നമ്മളിപ്പോൾ ഓക്കെയാണ്. 5 വയസ്സൊക്കെ ഉണ്ടാവില്ല, പക്ഷെ പിള്ളേർ അടിപൊളിയായി ചെയ്യുന്ന പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. 50 കുട്ടികളിൽ നിന്ന് 15 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടാസ്ക്. ആൻഡ് ഇതാണ് ഏറ്റവും ടഫസ്റ്റ് ജോബ് ഇവിടെയുള്ള എല്ലാ കോമ്പറ്റീഷനോട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ഇവിടെയുള്ള 50 കുട്ടികളെയും ഒരേപോലെ എഫേർട്ട് എടുത്തിട്ടാണ് പേരൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രധാന വേദിയിൽ പാൻ ഇന്ത്യൻ ഗായകൻ സൽമാൻ അലി നയിച്ച സംഗീത നിശ എക്സ്പോ സെന്ററിനെ ഇളക്കിമറിച്ചു. കേരളത്തിലെ ഏറ്റവും മികച്ച 10 കോളേജ് അലുമിനികൾക്ക് നൽകിയ ആദരം വേറിട്ടതായി. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലാണ് 7ാം പതിപ്പിന്റെ ആകർഷണം. കൂട്ടിന് തെന്നിന്ത്യൻ താരം പ്രിയാമണിയും മറ്റനേകം ഇഷ്ടതാരങ്ങളും കമോൺ കേരളക്ക് അഭിവാദ്യം അർപ്പിക്കാനായി എത്തുന്നുണ്ട്.